18ാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മന്ത്രിസഭ രൂപീകരിച്ചു. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ രാജ്യം മൊത്തം സംസാരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ വരുന്നു എന്നുള്ളതാണ്. പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധി ഏതാണ്ട് 3,60,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമായ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധി രാജിവെച്ചിട്ട് റായ്ബറേലി കൂടെ സ്വന്തമാക്കിയിരിക്കുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3,90,000-ൽ പരമാണ്. അവിടെ അത് ഉത്തരേന്ത്യയിൽ BJPക്കെതിരെ ശക്തനായ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി അവിടെ നിൽക്കണം. അതുകൊണ്ട് വയനാട് ഉപേക്ഷിച്ചു. വയനാട് പാർലമെൻറ്റ് ഉപേക്ഷിച്ചിട്ട് അവിടെ പ്രിയങ്കാ ഗാന്ധി, സഹോദരിയായ പ്രിയങ്കാ ഗാന്ധിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് അവർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ ഉണ്ടാകുന്ന ചലനങ്ങൾ, കേരളത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിൽ BJP കുടുംബവാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഗാന്ധി കുടുംബത്തെ, നെഹ്റു ഗാന്ധി കുടുംബത്തെ അങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. ഒരുപാട് ആരോപണങ്ങളുണ്ട്, പണ്ടുമുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ള 3,60,000-ൽ പരം എന്നുള്ള വോട്ടിനേക്കാൾ ഭൂരിപക്ഷം കൂടും എന്നുള്ളതാണ് ഇന്ത്യയിൽ മൊത്തം ജനം നോക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ BJP ഘടകവും. എന്തൊക്കെ ചലനങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് ഈ പ്രിയങ്കാ ഗാന്ധിയുടെ വരവോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പാർലമെൻറ്റിൽ സോണിയാഗാന്ധി രാജ്യസഭയിലുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധി ജയിക്കുന്നതോടെ പ്രിയങ്കാ ഗാന്ധിയും കൂടെ പാർലമെൻറ്റിൽ വരുമ്പോൾ, ലോക്സഭയിൽ വരുമ്പോഴുള്ള ചലനങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാമെന്ന വല്ലാത്ത ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം മൊത്തത്തിൽ നോക്കിക്കാണുന്നത്. അതിന് കാരണം പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിയെക്കാളും ചിലപ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ സ്മാർട്ടായിരുന്നു. രാഹുൽ ഗാന്ധിയേക്കാൾ ഈ കഴിഞ്ഞ പ്രചരണത്തിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ മോഡിയെ നേരിട്ട് വിമർശിക്കുകയും രാഷ്ട്രീയം പറയുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. രാഷ്ട്രീയം, അവരുടെ പാരമ്പര്യം, നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്, നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യം, കുടുംബ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു പെണ്ണെന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവരുടെ മെറ്റൽ, അവരുടെ രാഷ്ട്രീയത്തിലുള്ള അവരുടെ കഴിവ്, ഒരു നേതാവ് എന്നുള്ള നിലയിലുള്ള അവരുടെ കഴിവ് പ്രചരണത്തിലാകമാനം ഇന്ത്യയിൽ മൊത്തം അത് പ്രൂവ് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, മനസ്സിലാക്കണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്ന സ്മൃതി ഇറാനിയെ അമേഠിയിൽ ചെന്ന് സോണിയാഗാന്ധിയുടെ റായ്ബറേലി മണ്ഡലം നോക്കിക്കൊണ്ടിരുന്ന ഓഫീസ് ബെയറായിരുന്ന, ഒരു ഓഫീസിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന RL ശർമ്മയെ അമേഠിയിൽ നിർത്തുകയും പ്രിയങ്കാ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഇലക്ഷൻ ഭരണം പൂർണ്ണമായി നടത്തി സ്മൃതി ഇറാനിയെ 1,50,000-ൽ പരം വോട്ടിന് തറ പറ്റിച്ചു. അങ്ങനെ കൂടെ പ്രൂവ് ചെയ്ത ഒരു രാഷ്ട്രീയ ചാതുര്യം പ്രിയങ്കാ ഗാന്ധിക്കുണ്ട്. ആ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ വരുമ്പോൾ കേരളത്തിൽ, ഇന്ത്യയിലും ഉണ്ടാകുന്ന വ്യത്യാസം, ലോക്സഭയിലും ഇന്ത്യയിൽ കേരളത്തിലും ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ, രാഷ്ട്രീയ ചലനങ്ങൾ. ഇവിടെ ഇപ്പോൾ UDFും കോൺഗ്രസും വല്ലാതെ എക്സൈറ്റഡ് ആണ്. അവർ അത്യാനന്ദത്തിലാണ്. കാരണം ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ അവർ വയനാട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിലും കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളും അവർ കോൺഗ്രസും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിച്ചു, പ്രചരണത്തിന് ഇറങ്ങി. അവിടെയെല്ലാം നമ്മൾ കാണേണ്ടത്, നേരത്തെ ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദിയെ നഖശികാന്തം, ശക്തിയുക്തം എതിർത്ത് സംസാരിക്കുകയും നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമാണ് അമേഠിയിലെ വിജയം, RL ശർമ്മയ്ക്ക് കിട്ടിയ വിജയം എന്നുള്ളതൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ, കേരളത്തിൽ വന്നപ്പോൾ അവർ ശക്തമായിട്ട് പിണറായി വിജയനെ തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെയാണ് എതിർക്കുന്നത്, BJP എതിർക്കുന്നില്ല. BJPയുമായിട്ട് നല്ല അന്തർധാരയുള്ള ഒരു ധാരണയിലാണ് അവർ പോകുന്നത്. കോൺഗ്രസിനെ മാത്രം എതിർക്കുന്ന എന്താണ്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എല്ലാ അഴിമതി കേസിലും പ്രതി കേൾക്കുന്നുണ്ട്. ലൈഫ് മിഷൻ കേസിലാണെങ്കിലും, ഇപ്പോൾ CMRL ക്വിഡ് പ്രോക്കോ, അനധികൃതമായ കാര്യങ്ങൾ ചെയ്തതിന് ലാഭം മേടിച്ചു, കൈക്കൂലി മേടിച്ചു എന്നുള്ള പറഞ്ഞ കേസിലാണെങ്കിലും, സ്വർണം കള്ളക്കടത്ത് തുടർന്ന കേസിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ കേന്ദ്രത്തിലെ BJPക്ക് വേണ്ടി സംസാരിക്കുന്നു, കോൺഗ്രസിനെ മാത്രം അദ്ദേഹം എതിർക്കുന്നു എന്നൊക്കെ ശക്തമായ ഭാഷയിൽ രാഷ്ട്രീയം പറഞ്ഞ പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ എത്തുമ്പോഴുള്ള സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പിണറായി വിജയന് ഇപ്പോൾ കോൺഗ്രസ്സുകാർ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം നൽകുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിൽ എല്ലാത്തിനെയും എതിർക്കാൻ കഴിവുള്ള
ചാതുര്യമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആ സ്വഭാവം അവർ പ്രകടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് LDFനെയും CPMനെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. കൂടാതെ അവരുടെ സാന്നിധ്യം 2 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരും UDF തൂത്തുവാരും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF എല്ലാ ആ മണ്ഡലങ്ങളിലും ഒരു പ്രചരണത്തിനിറങ്ങും, ഉറപ്പാണ്. പിണറായി വിജയൻ്റെയും CPMൻ്റെയും തുടർഭരണമൊക്കെ ഇനിയൊന്നും നടക്കില്ല. അങ്ങനെയുള്ള ഒരു ആശങ്കയൊക്കെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി കേരളത്തിലും വയനാട്ടിലും ഒരു വരവോടുകൂടി അത് പ്രൂവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ സന്തോഷപ്പെടുത്തുന്നത്. എന്നാൽ CPMനെയും BJPയെയും അങ്കലാപ്പിലാക്കുന്നതും അവരുടെ സാന്നിധ്യം അവരിവിടെ വരുന്നു എന്നുള്ളത്. അവരുടെ വരവോടുകൂടി തന്നെ ഇവരെല്ലാവരും തന്നെ ഇപ്പോഴും വല്ലാത്ത പ്രശ്നങ്ങളും വല്ലാത്ത ആരോപണങ്ങളും കുടുംബവാഴ്ചയെന്നും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ശ്രീമതി ആനി രാജയാണ് CPIയുടെ സ്ഥാനാർത്ഥിയാണ്. അവരെ വളരെ ഏറ്റവും നല്ല CPIയെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീമതി ആനി രാജ. പക്ഷേ രാഹുൽ ഗാന്ധി ആയിരുന്നു അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ വലിയ മുന്നേറ്റം നടത്താൻ പറ്റില്ല. എങ്കിലും അവർ സാമാന്യം തരക്കേടില്ലാത്ത ഒരു വോട്ടൊക്കെ അവർ ശേഖരിച്ചിട്ടുണ്ട്. അത് ആ ഒരു കാര്യം കൂടെ പറയുമ്പോൾ നമ്മൾ തൃശ്ശൂരിലെ കൂടെ പറയാതെ വിടാൻ പറ്റില്ല. തൃശ്ശൂരിൽ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാർ, അദ്ദേഹവും ഏറ്റവും നല്ല മിടുക്കനായ അവിടെ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എല്ലാവർക്കും സമീപസ്ഥനായിട്ടുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു VS സുനിൽകുമാർ. പക്ഷേ അദ്ദേഹവും പരാജയപ്പെട്ടു. നമുക്കറിയാം അവിടെ സുരേഷ് ഗോപിയാണ് ജയിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി ജയിച്ചതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്, അത് രാഷ്ട്രീയ വോട്ടല്ല അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അവിടെ സെക്കുലറായിട്ടുള്ള ജനം, ക്രിസ്ത്യാനികൾ ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം വോട്ടേഴ്സുള്ള ക്രിസ്ത്യാനികൾ അവർക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അത് സ്ത്രീ ആരാധകർക്ക് അദ്ദേഹത്തിന് ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും ഇല്ലാതെ ഒരുപാട് പേര് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇത് കൂടാതെ നമുക്കറിയാം അവിടുത്തെ പൂരം, കേരളത്തിൻ്റെ ബ്രാൻഡഡ് ടൂറിസം പദ്ധതിയായിട്ടുള്ള തൃശ്ശൂർ പൂരം കലക്കിയത് ആഭ്യന്തര വകുപ്പാണ്, പോലീസുകാരടഞ്ഞതാണ്, SP അടഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഹിന്ദു വോട്ട് സമാഹരിക്കാൻ, ക്രോഡീകരിക്കാൻ അക്കത്തിനും സാധിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാൻ കോൺഗ്രസ്സുകാർ, കേരള ഘടകം പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും പ്രിയങ്ക ഗാന്ധി പറയും എന്നുള്ളതിൽ തർക്കമില്ല. ഇവിടുത്തെ കേരളത്തിലെ അസാമാന്യമായ രീതിയിൽ പിണറായി വിജയനെതിരെയുള്ള കാര്യങ്ങൾ, LDFനെതിരെയുള്ള കാര്യങ്ങളും BJPക്കെതിരെയുള്ള കാര്യങ്ങളും അവർ സംസാരിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അങ്ങനെ യാതൊരു മയവുമുള്ള എന്ന് പറഞ്ഞാൽ സഭ്യേതരമായിട്ട് സംസാരിക്കുന്നവരല്ല, രാഷ്ട്രീയം മാത്രം പക്കാ രാഷ്ട്രീയം പറഞ്ഞ് തന്നെ നല്ല രീതിയിൽ ഡിഫൻസ് ചെയ്യും. പ്രതിപക്ഷങ്ങളെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന LDFനെയും BJPയെയും NDAയെയും ഒക്കെ തന്നെ ഒഫൻസീവ് ആക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്തൊരിതാണ്. ചലനം അവരുണ്ടാക്കുന്ന പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വരുന്നതോടുകൂടി ഉണ്ടാക്കാവുന്ന ചലനങ്ങളെന്ന് പറഞ്ഞാൽ അത് നിസ്സാര ചലനമൊന്നുമല്ല, അതൊരു വല്ലാത്തൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുന്ന ഒരു രീതിയിലാണ് അവർ വയനാട്ടിൽ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ 3,60,000 പരം വോട്ടെന്നുള്ളതിന് മാറി അത് 4 ലക്ഷവും കഴിഞ്ഞ് വന്നേക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്തതാണ്. അത് തന്നെയാണ് കേരളത്തിലെ കേരളത്തിലെ UDFനെ ഉത്സാഹഭരിതരാക്കുന്നു എന്നുള്ളതിലുപരി അവർ തുടർന്ന് വരുന്ന 2 വർഷത്തിന് ഉള്ളിൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള UDFൻ്റെ വിജയത്തെ കൂടെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ വരവ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതൊന്ന്. 2, നേരത്തെ പറഞ്ഞ അത് തന്നെ പറയുന്നു, CPMനെയും LDFനെയും അതുപോലെ NDAയെയും BJPയെയും ശക്തമായി പ്രതിരോധിക്കാൻ കഴിവുള്ളൊരു നേതാവാണ്. യഥാർത്ഥത്തിൽ ദേശീയ നേതൃത്വം ഇവിടെ സാന്നിധ്യം അറിയിക്കുന്നു. കോൺഗ്രസിൻ്റെയും UPയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും സാന്നിധ്യം കേരളത്തിലും അറിയിക്കുന്നു. സൗത്ത് ഇന്ത്യക്ക് ഒരു പ്രാധാന്യം വരികയാണ് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി. ആ സംഭവം തന്നെ സൗത്ത് ഇന്ത്യയിൽ ആ രീതിയിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളവരുടെ സാന്നിധ്യം കേന്ദ്രത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു വലിയ ദേശീയ നേതാവ് ഇവിടെ സാന്നിധ്യം അറിയിക്കുമ്പോൾ അപ്പുറത്ത് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി അവിടെയും അദ്ദേഹവും
NDAയ്ക്കും BJPക്കും എതിരെ ശക്തമായ ഒരു സാന്നിധ്യം അവിടെയും ഉണ്ടാകും. ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് യഥാർത്ഥത്തിൽ വരും ദിവസങ്ങളിൽ നിന്നല്ല, വർഷങ്ങളിൽ പോലും, വർഷങ്ങളായിട്ട് തന്നെ അവരുടെ സാന്നിധ്യം ഇവിടെ ചർച്ചാ വിഷയമാകും. അത് നമുക്ക് ഒരിക്കലും നിസ്സാരമായി കാണാനല്ല. അത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് കേരളത്തിലെ ജനത തന്നെ ഇപ്പോൾ പറയുന്നത്. അവർ വേണം. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഗാന്ധി കുടുംബം, നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പരമ്പരാഗത സാന്നിധ്യമായിട്ട് വയനാട് മാറുന്നു, കേരളം മാറുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലുള്ള സ്ഥാനാർത്ഥിത്വം കൊണ്ടും കേരളത്തിലുള്ള അവരുടെ സാന്നിധ്യം കൊണ്ടും നമുക്ക് കണ്ട് അനുഭവവേദ്യമാകാൻ പോകുന്നു. ഇത്തവണ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2,77,00,000 മലയാളികളാണ് ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തത്. 193 സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പറയുമ്പോൾ കേരളത്തിലെ പരമാവധി ജനം വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം അനുസരിച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് ആയ ഒരു പൊളിറ്റിക്കൽ കേരളമാണ്, പൊളിറ്റിസൈസ്ഡ് കേരളമാണ് കേരളം. ഈ കേരളത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം വലിയ മാറ്റങ്ങൾ ദേശീയ തലത്തിൽ തന്നെ കേരളത്തിനും സൗത്ത് ഇന്ത്യക്കും തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇത് നമ്മൾ കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 2,77,00,000 പേര് വോട്ട് ചെയ്തെന്ന് പറയുമ്പോഴും അത് മൊത്തത്തിലുള്ള കേരളത്തിന് മൊത്തം ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇതിനകത്തൊരു സംഭവം ഉള്ളത് 105 മണ്ഡലങ്ങൾ, പാർലമെൻറ്റ് 20 മണ്ഡലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അസംബ്ലിയിലുള്ള 105 മണ്ഡലങ്ങളിൽ UDF ആണ് വൻപിച്ച മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പാർലമെൻറ്റിൽ 18 സീറ്റും UDFന് കിട്ടിയിരിക്കുന്നു. 1 സീറ്റ് മാത്രമാണ് CPMന് കിട്ടിയിരിക്കുന്നത്. അത് ശ്രീ കെ രാധാകൃഷ്ണൻ്റെതാണ്. പിന്നെ BJPക്ക് നമ്മുടെ നടൻ സുരേഷ് ഗോപി വഴി ഒരു സാന്നിധ്യം കിട്ടി. അപ്പോഴും നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ഇവരുണ്ടാക്കുമെന്നുള്ളത്. 105 ഓൾറെഡി അവർ വന്ന് പ്രചരണം നടത്തി പോയപ്പോൾ തന്നെ 105 അസംബ്ലി മണ്ഡലങ്ങളിൽ വൻപിച്ച മുന്നേറ്റം UDFനും കോൺഗ്രസിനും നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ഇനി വരുന്ന 2 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കൂടുതൽ പ്രകടനം ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ CPM നേതൃത്വം നൽകുന്ന LDFന് 99 പേരുടെ ഭൂരിപക്ഷത്തിലാണ് അവർ ഭരിക്കുന്നത്. മൃഗീയ ഭൂരിപക്ഷം അസംബ്ലിയിൽ കിട്ടിയിരിക്കുന്ന CPMന് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം നൽകുന്ന മുന്നേറ്റം CPMനെ വല്ലാതെ വെട്ടിലാക്കും. കാരണം 100 കടക്കും. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 100-ൽ കൂടുതൽ അംഗങ്ങൾ അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ജയിക്കും എന്നുള്ളതാണ് മറ്റൊരു സംഭവം. അതുകൂടെ നമ്മൾ ഈ തരുണത്തിൽ മനസ്സിൽ വെക്കണം. അതൊക്കെയാണ് കോൺഗ്രസിനെ, CPMനെയും BJPയെയും അലോസരപ്പെടുത്തുന്നത്.